ഇത് വലിയ രീതിയിൽ ഈ തീവ്രവാദം പാകിസ്ഥാൻ വളർത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് പാകിസ്ഥാൻ മിണ്ടാതിരിക്കുകയും അത് ലോകരാജ്യങ്ങളൊന്ന് തണുത്ത് നിൽക്കുന്ന സമയത്ത് ഇവർ ആക്രമിക്കാൻ ഇറക്കിത്തിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഈ റാണ ഇന്ത്യയിൽ പിടിച്ചു കൊണ്ടുവരുമ്പോൾ ലഷ്കർ എ തോയ്ബയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു നേതാവിനെ പിടിച്ച് ഇന്ത്യയിൽ കൊണ്ടുവന്നതിന് പോലെയാണ് അവർ ചിന്തിക്കുന്നുണ്ടാവുക ചിലപ്പം. അപ്പോൾ ഒരു പരിധി വരെ ഇന്ത്യ തിരിച്ചടിക്കേണ്ട സമയമായി എന്നുള്ളതാണ്. കാരണം ഇന്ത്യ തിരിച്ചടിക്കുമെന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. കാരണം ഞാൻ കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം പ്രതിപക്ഷ പാർട്ടികളെ വിശ്വാസത്തിലെടുത്ത് പ്രതിപക്ഷത്തെ പാർട്ടികളെ വിശ്വാസത്തിലെടുക്കുന്നതോടെ സർവകക്ഷി യോഗം വിളിക്കുന്നതോടുകൂടി എന്താണ് സന്ദേശം നൽകുന്നത്? ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടാണെന്നും പ്രതിപക്ഷ പാർട്ടികളെയും പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളെയും കേരളത്തിലെ എല്ലാ ജനങ്ങളെയും കേൾക്കാൻ കേന്ദ്ര സർക്കാർ മനസ്സ് കാണിക്കുന്നു എന്നുള്ളതാണല്ലോ. അപ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഇന്ത്യയെ ഒരു രാജ്യത്തിനും ഒരു ശക്തിക്കും ഒരു തീവ്രവാദ ശക്തിക്കും തകർക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സന്ദേശം ഇന്ത്യ നൽകുന്നത്. ആ സന്ദേശത്തിന് ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ആക്രമണത്തിന് തിരിച്ചടി നൽകാതിരുന്നിട്ടില്ല. എല്ലാ ആക്രമണത്തിനും എല്ലാ കാലങ്ങളിലും തിരിച്ചടി നൽകിയിട്ടുണ്ട്. ഇതിന് ശക്തമായി തിരിച്ചടി നൽകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒറ്റക്കെട്ടായി നിന്ന് ഇന്ത്യ പോരാടും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.